ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് ഒരു റോളാണ്, ചിക്കൻ ബ്രെഡ് റോൾ. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ 20 ബ്രെഡിൻ്റെ റോളാണ് ഉണ്ടാക്കുന്നത്. 4 വലിയ ഉള്ളി, കുറച്ച് മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, 3 പച്ചമുളക്. മുളക് പൊടി നമ്മൾ ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് 3 പച്ചമുളക് എടുത്തത്. കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ ആവശ്യമാണ്. ഞാനിവിടെ മീഡിയം സൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വക്ക് മുറിക്കാം, ഞാൻ മുറിച്ചിട്ടില്ല. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉള്ളിയും മല്ലിയിലേൻ്റെ തണ്ടും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വാടി വരണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകം പൊടിച്ചത്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചെറിയ പീസാക്കി നുറുക്കിയതാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വേവിച്ച ചിക്കനാണ്, അതാണ് ചേർക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും ലാസ്റ്റ് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് വെക്കണം, എന്നാലേ ബ്രെഡിൽ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മസാല ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം വേണം. റൂം ടെമ്പറേച്ചറുള്ള വെള്ളമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ 2 മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും വേണം. ഇനി ഫസ്റ്റ് ബ്രെഡ് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കണം. എന്നിട്ട് നന്നായിട്ട് വെള്ളം കളയണം. ബ്രെഡ് വെള്ളത്തിൽ മുക്കാണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും, അതുകൊണ്ടാണ് ഇത് വെള്ളത്തിൽ മുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യുക. ഞാനിപ്പോൾ 2 ഷേപ്പിൽ ചെയ്ത് കാണിക്കാം. മസാല ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം. ഓവറായിട്ടുള്ള വെള്ളമെല്ലാം ഇങ്ങനെ ഞെക്കി കളയണം. ഇനി ഇത് മുട്ടയുടെ മിക്സിലൊന്ന് ഇട്ട് കൊടുക്കാം. മുട്ട ഞാനൊരു തരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു ഷേപ്പിലും കൂടെ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തിട്ടെടുക്കാം. ഇനി എല്ലാ ബ്രെഡിലേക്കും ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു 20 ബ്രെഡ് ഉണ്ടാവും. ഇനിയൊരു പാൻ വെച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ബ്രെഡ് ഇട്ട് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലിടുക, പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു കിട്ടും. ഉള്ളിലെ മസാല ഒക്കെ ഓൾറെഡി വേവിച്ചതായതുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ആയി വരണം. ഞാനൊന്ന് മുറിച്ചിട്ട് കാണിക്കാം. നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നിങ്ങൾ വീട്ടിൽ. കൂടെ സോസ് നിങ്ങൾക്ക് കൂട്ടി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ടേസ്റ്റാണിത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനി ഇടുന്ന ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. പഴയ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അതും പോയി കാണുക. സോ നെക്സ്റ്റ് ഒരു ഡിഷുമായി നമുക്ക് കാണാം. താങ്ക് യു.